₹4.29 ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? കരാർ റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും. കോടികളാണ് ഒരു ദിവസം KSEBയുടെ നഷ്ടം. നയമാണത്രേ. ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. പക്ഷെ വൈദ്യുതി ക്ഷാമം ഉണ്ടാകുമ്പോൾ KSEB എന്താണ് ചെയ്യുന്നത്? ഉയർന്ന വില കൊടുത്ത് വൈദ്യുതി വാങ്ങും. പിന്നീട് അതിന്റെ ഭാരം മുഴുവൻ നമ്മൾ ഉപഭോക്താക്കളുടെ തലയിൽ വെച്ച് കെട്ടും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ KSEBയെ ലാഭത്തിലാക്കണമെങ്കിൽ കെടുകാര്യസ്ഥത ഇല്ലാതാക്കണം. അതിൽ ഒരു കെടുകാര്യസ്ഥത മാതൃഭൂമി ന്യൂസ് തുറന്നു കാട്ടുകയാണ്. മഴ കുറഞ്ഞതുകൊണ്ടും എൽനിനോ പ്രതിഭാസം കാരണം രാജ്യത്ത് ചൂട് കൂടിയതിനാലും സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയാണല്ലോ. അതിനാൽ 2026 ഡിസംബർ 31 വരെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി ബോർഡ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് വൈദ്യുതി ബോർഡിന് യൂണിറ്റിന് 10 രൂപയും അതിൽ കൂടുതലെല്ലാം കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയുണ്ടായി? വൈദ്യുതി ബോർഡ് നടപ്പാക്കുന്ന 1500 മെഗാവാട്ടിന്റെ സൗരോർജ്ജ ബാറ്ററി പദ്ധതി പൂർത്തിയാകാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിലയിരുത്തുകയാണ്. വൈദ്യുതി ബോർഡിന് ഡിസംബർ 31 വരെ ഓരോ ദിവസവും ആവശ്യമായി വരുന്നത് 300 മെഗാവാട്ട് മുതൽ 500 മെഗാവാട്ട് വരെയാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പുരപ്പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം സംഭരിക്കാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം 6 എണ്ണമാണ് KSEBക്കുള്ളത്. 2024-ലും 2025-ലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ട് തുടക്കമിട്ട പദ്ധതി. KSEBക്ക് വലിയ മുതൽ മുടക്കില്ലാത്ത പദ്ധതികളാണ്. KSEB ആദ്യ കരാർ ഒപ്പിട്ടത് 2024 സെപ്റ്റംബറിലാണ്. സൗരോർജ്ജ കോർപ്പറേഷൻ രാജസ്ഥാനിൽ സ്ഥാപിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് പ്ലാന്റ് 500 മെഗാവാട്ട് നമുക്ക് കിട്ടേണ്ട പദ്ധതിയാണ്. കരാർ പ്രകാരം സെപ്റ്റംബർ 27-ന് പൂർത്തിയാകേണ്ടതാണ്. പക്ഷേ പൂർത്തിയാകില്ല. കേരളത്തിൽ സ്ഥാപിക്കുന്ന മറ്റ് 5 ബാറ്ററി സ്റ്റോറേജ് പദ്ധതികൾ 2025 ഏപ്രിൽ ജൂലൈ മാസങ്ങളിലായി കരാർ ഒപ്പിട്ടതാണ്. കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്ത് 500 മെഗാവാട്ട്, കാസർകോട്ടെ മുള്ളേരിയിൽ 60 മെഗാവാട്ട്, മൈലാട്ടിയിൽ 500 മെഗാവാട്ട്, മലപ്പുറത്തെ അരീക്കോട് 120 മെഗാവാട്ട്, തിരുവനന്തപുരത്തെ പോത്തങ്കോട് 160 മെഗാവാട്ട്. ഈ പദ്ധതികളുടെ ഒന്നും കമ്മീഷനിങ് നേരത്തെ നിശ്ചയിച്ച പോലെ ഈ വർഷം ഒക്ടോബറിൽ നടക്കില്ല. ഓരോ ബാറ്ററി സ്റ്റോറേജ് പദ്ധതിയുടെയും പ്രവൃത്തി പുരോഗതി നിരീക്ഷിക്കാനായി വൈദ്യുതി ബോർഡ് ഒരു ഉദ്യോഗസ്ഥനെല്ലാം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഹിയറിംഗിനായി റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ എത്തുന്ന വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരോട് 6 ബാറ്ററി സ്റ്റോറേജ് പദ്ധതിയുടെയും നിലവിലെ അവസ്ഥ എന്താണെന്ന് കമ്മീഷൻ ചോദിക്കുമ്പോൾ ഒരു വിവരവും നൽകാനാകുന്നില്ല. മൈലാട്ടി ബാറ്ററി സ്റ്റോറേജ് പദ്ധതി മാത്രം ഈ വർഷം പൂർത്തിയാകുമെന്നേ ഇപ്പോൾ KSEB വൃത്തങ്ങൾക്ക് പറയാനാകുന്നുള്ളൂ. KSEBക്ക് പൊതുവെ വൈദ്യുതി വാങ്ങൽ കരാറുകളോടാണല്ലോ താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി സ്റ്റോറേജ് പദ്ധതി നടപ്പാക്കുന്നതിൽ വലിയ താല്പര്യമെടുക്കാതെ ഉഴപ്പി എന്ന് പറയുന്നതാണ് ശരി. ഈ അവസരം വൻകിട സ്വകാര്യ കമ്പനി ഉപയോഗപ്പെടുത്തിയെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നമ്മുടെ പദ്ധതിക്കായി ചൈനയിൽ നിന്നെത്തിയ ബാറ്ററി അവർ നൈസായി കൊണ്ടുപോയി മറ്റ് സംസ്ഥാനത്തിലേക്ക്. ഇനി പുതിയ വൈദ്യുതി മന്ത്രിയോടാണ്. നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന 1500 മെഗാവാട്ട് സൗരോർജ്ജം രാത്രി വൈദ്യുതി ക്ഷാമം ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ 6 പദ്ധതികളും. വീട്ടിൽ വൈദ്യുതി വെച്ചിട്ട് നാട്ടിൽ തേടി നടപ്പൂ എന്ന് പറയുന്നത് പോലെയാണിത്. KSEBയുടെ വൈദ്യുതി വാങ്ങൽ താല്പര്യവും കെടുകാര്യസ്ഥതയും പരിശോധിക്കുക തന്നെ വേണം. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.